ഹായ് എവരിവൺ, അഖിലിഗി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ DVD VCD ഒക്കെ ഇറങ്ങിയ ടൈമിൽ ഭയങ്കര തരംഗായി നിൽക്കുന്ന സമയത്തുണ്ടായിരുന്നു. ഞങ്ങൾ DVD മേടിച്ച ഒരു ടൈമിൽ ഇപ്പോൾ കുറേ കാസറ്റിൻ്റെ ഒരു തരംഗം തന്നെയായിരുന്നല്ലോ. അപ്പോൾ കാസറ്റ് ഇറങ്ങിയ സമയത്ത് കുറേ കാസറ്റ് വരുമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഫാമിലി, അതായത് എൻ്റെ അച്ഛനും ഞാനും എല്ലാവരും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു സിനിമ എന്നുണ്ടെങ്കിൽ നന്ദനാണ്. അപ്പോൾ ആ നന്ദനത്തിൽ ഓരോ ഡയലോഗും ഓരോ പാട്ടുകളായാൽ പോലും നമുക്ക് അത്രയും ബൈഹാർട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടിയുമായിരുന്നു കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ എനിക്കും അതെ, ഞാൻ ഇഷ്ടമുള്ളൊരു നടി തന്നെയാണ്. അപ്പോൾ ആ ഒരു നടി നമ്മുടെ എന്താ പറയുക ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പ്രോഗ്രാമിൻ്റെ വേളയിൽ ഒരു അമ്മ വന്ന് കെട്ടിപ്പിടിച്ചിട്ടുള്ളൊരു വീഡിയോ നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, നവ്യ നായരാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഇപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ച്, ആ അമ്മേനെ കുറിച്ച് കുറേ റീലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറയാം നവ്യ നായർക്ക് ആ അമ്മ എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏത് സ്ഥലത്താണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അത് വേറെ എവിടെയും ഇല്ല, തൃശ്ശൂർ കുറ്റിമുക്ക് ദേശത്തെ ശിവക്ഷേത്രത്തിൽ ആണ് അമ്മ ജോലി ചെയ്യണത്. രാധമ്മ എന്നാണ് ആ അമ്മയുടെ പേര്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് മാക്സിമം ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് മണ്ണുത്തിയിലാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കുറ്റിമുക്ക് ശിവക്ഷേത്രം. അപ്പോൾ എന്താ പറയുക, വളരെ നോർമൽ നമ്മുടെ ഒരു നാട്ടുമ്പുറത്ത് കാണുന്ന ഒരു പെൺകുട്ടി അതേപോലെ ആയിരുന്നു. എല്ലാവരോടും പോയി ഇടപഴകി, എല്ലാവരോടും പോയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച്. നമ്മുടെ വിഷുവിന് തൊട്ട് ഒരാഴ്ച മുന്നാണ് ആള് വരണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു ബഹുമാനം നമുക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഒരു താരജാടയും ഇല്ലാതെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അത് അത്രയും എന്താ പറയുക വാത്സല്യത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ അമ്മേനെ നവ്യ നായർ ട്രീറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു വാത്സല്യം തോന്നും. ആ അമ്മ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ നല്ല നല്ല കമന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ നേരിട്ട് അമ്മയുടെ രൂപത്തിൽ വന്നിട്ട് നവ്യനെ അനുഗ്രഹിച്ചതാവാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമന്റ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കമന്റുകൾ ഉണ്ടായിട്ടോ. എന്താ വെച്ചാൽ നമുക്കതൊക്കെ കണ്ടപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കൃഷ്ണഭക്തനാണ്. അതായത് ഗുരുവായൂരപ്പൻ വെച്ചാൽ ഞാൻ എന്ത് ഉണ്ടെങ്കിലും ഞാൻ ഗുരുവായൂരപ്പനെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുക. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാവരും കാണുന്നതായിരിക്കും. ഞാൻ എല്ലാ മാസം ഗുരുവായൂർ പോകണമെന്ന് കാണുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാറുമുണ്ട്. നിർമ്മാല്യം തൊഴാൻ പോകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തിയിലുപരി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞ എനിക്ക്. എന്താ വെച്ചാൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയുക ആ നടയിലെത്തുമ്പോൾ എന്തെന്നില്ലാണ്ട് ഞാൻ കരഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. എന്നുവെച്ചാൽ ഞാൻ അത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാ രീതിയിലും തന്നെ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും മറക്കാനും പറ്റില്ല. എന്നുവെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ കൃഷ്ണനെ വിളിക്കുക, ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനെ വിളിക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ആ നടക്കി എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സർവവും എന്താ പറയുക, നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങളായാൽ പോലും നമ്മൾ ചൊല്ലും. അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു കോരിത്തരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഭഗവാനെ കാണാൻ പോവുക എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിക്കുമ്പോൾ തന്നെ നമുക്കത് നമ്മളവിടെ എത്തിയിരിക്കും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നവ്യ നായർ തന്നെ എന്താ പറയുക ഒരു കൃഷ്ണഭക്തിയാണ് മൂപ്പര്. അപ്പോൾ എന്താ പറയുക മൂപ്പരായാലും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നടക്കി എത്തുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത് നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷവും എത്ര സങ്കടത്തിലായാൽ പോലും ഞാൻ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ തന്നെയാണ്. അപ്പോൾ
അപ്പൊ ശരിക്കും ആ കമന്റിലൂടെ തന്നെ നമുക്കത് ഓരോന്നും വായിച്ചറിയാൻ പറ്റും. ഒരു കൃഷ്ണഭക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ എന്താ പറയാ നമുക്ക് അതിനൊരു ഒരു വലിയൊരു നടിയാണ് വന്നിരിക്കണമെന്നോ അല്ലെങ്കിൽ വലിയൊരു നർത്തകിയാണെന്നോ അങ്ങനെ ഒരു ചിന്ത പോലും മൂപ്പർക്ക് ഇല്ല. ശരിക്കും ഒരു സാധാരണ ഒരു നാട്ടുമ്പുറത്ത് കാണുന്ന ഒരു പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് എല്ലാവരോടും വന്ന് ഇടപഴകി എല്ലാവരോടും സംസാരിച്ച്, പിന്നെ അത് മാത്രം ഈ കൊല്ലത്തെ തുടക്കം നമ്മുടെ ശിവക്ഷേത്രത്തിൽ, കുറ്റിമുക്ക് ശിവക്ഷേത്രത്തിൽ നിന്ന് തിരുമേനിയുടെ കയ്യിൽ നിന്നാണ് ആൾക്ക് ഫസ്റ്റ് ആദ്യത്തെ കൈനീട്ടം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴായാലും നമുക്ക് എന്താ പറയാ അതിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ, ഭഗവാന്റെ ഒരു ലീലാവിലാസങ്ങൾ തന്നെ എന്ന് പറയാം നമുക്ക്. അപ്പൊ അവിടെ ഇത്രയും ആലപ്പുഴ ജില്ലയിലാണുള്ള വീടെന്നാണ് എനിക്ക് അറിവ്. അപ്പൊ ആള് അവിടെ കിടക്കുന്ന ആള് നമ്മുടെ നാട്ടിലേക്ക് എത്തി ആദ്യത്തെ വിഷു കൈനീട്ടം മേടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ഇല്ലേ. നമുക്ക് നവ്യനായർ തിരിച്ചു പോകുമ്പോഴും അമ്മയ്ക്ക് വിഷു കൈനീട്ടം കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് തന്നെ. എന്താ പറയാ എല്ലാവരും വന്ന് സെൽഫി എടുക്കലും എന്താ പറയാ യാതൊരു എന്താ പറയാ നമ്മുടെ ഭാഷയിൽ പറയുന്നത് ഭയങ്കര പോസായിരുന്നു. എന്താ വെച്ചാൽ നടിയായാലും നടനായാലും നമ്മള് ഭയങ്കര പോസാണ് കേട്ടോ അവർക്കൊക്കെ. നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ അവരെ വളർത്തി വലുതാക്കണത് നമ്മളാണ്, പ്രേക്ഷകരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ പ്രേക്ഷകരോട് ഇത്രയും അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് അങ്ങനെയുള്ളൊരു നല്ലൊരു മനസ്സ് വേണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ. അല്ലെങ്കിൽ മൂപ്പർക്ക് ഇവിടേക്ക് വരാതിരിക്കാലോ. എന്താ വെച്ചാൽ പറയാ എവിടെയോ കിടക്കുന്ന ആളെ നമ്മൾ പോയിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അതൊരു നിയോഗമാണ് ശരിക്കും പറഞ്ഞാൽ. ഗുരുവായൂരപ്പൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ മൂപ്പരെ ഇങ്ങോട്ട് എത്തിച്ചതായിരിക്കാം ഒരു പക്ഷെ അമ്മേനെ കാണാനായിട്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത്രയും വലിയൊരു മനസ്സിന് ഉടമയാണ് ശരിക്കും പറഞ്ഞ നവ്യ നായർ. അപ്പോൾ എന്താ പറയാ നമുക്കായാൽ പോലും അതിശയിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞ. ആളുടെ വീഡിയോസ് കാണുമ്പോഴായാൽ പോലും നമുക്ക് എന്താ പറയാ എനിക്ക് എന്താ പറയാ പേഴ്സണലി എനിക്ക് ഡാൻസ് ഒരുപാട് ഇഷ്ടമാണ്. ഡാൻസ് ഞാൻ ചെയ്യും, ഡാൻസ് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ക്ലാസിക്കൽ ടൈപ്പ് അല്ല, എന്നാലും നമുക്ക് എന്താ പറയാ ക്ലാസിക്കൽ ആയാലും നമ്മളത് ആസ്വദിക്കാറുണ്ട്. ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് നമ്മളത് ആസ്വദിക്കാറുണ്ട്. അപ്പൊ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. മറ്റേ യൂട്യൂബിൽ എല്ലാ വീഡിയോസും വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയാ നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറെ വീഡിയോസ് ഉണ്ട് അതിൽ. അത് എത്രത്തോളം നമുക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നിമിഷം ചിന്തിച്ചു പോകും. ആ ഒരു ഇതൊക്കെ ശരിക്കും എനിക്ക് ചിന്തിപ്പിച്ച ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ടാൽ നമുക്കൊരു ദിവസം നമ്മൾ ഒറ്റപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒറ്റപ്പെടൽ എന്നുള്ളൊരു വീഡിയോ അത് ഭയങ്കര രസമായിരുന്നു. അത് എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരുപാട് പേഴ്സണലി നമ്മളായാൽ പോലും ചിന്തിച്ചു പോകും. ഒറ്റയ്ക്ക് ഒരു ദിവസം നമ്മൾ ഒറ്റപ്പെട്ടാൽ എന്തായിരിക്കും എന്നുള്ള കാര്യം ഞാനും എന്താ പറയുക ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ അത് ഇതിലൂടെ തന്നെ പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്ത്, അതായത് ഞാൻ ഫസ്റ്റ് BSNL കയറുന്ന സമയത്ത് ഡെയിലി വേജ് ആണ്. ഫസ്റ്റ് BSNL കയറുന്ന സമയത്ത് ഞാൻ അതൊരു മാക്സിമം ഒരു കൊല്ലത്തേക്കാണ് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം ആ കരാറ് പുതുക്കിയില്ല. അപ്പോൾ പിന്നെ വേറെ ജോലിയില്ല. ITI കഴിഞ്ഞ ഉടനെ ജോലി എന്നുള്ള ഒരു ടോക്ക് കേട്ടിട്ടാണ് നമ്മൾ വരുന്നത് ITI പഠിക്കാനായിട്ട്. ITI പഠിച്ചതിന് ശേഷം അതിലും പിന്നെ അപ്പുറം പഠിക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യത്തിൽ പഠിക്കാനൊന്നും അങ്ങനെ വലിയ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ പാസ്സായി പോയാൽ മതി എന്നുള്ള ചിന്തിക്കണ കൊണ്ട് പിന്നെ നമ്മളൊക്കെ അങ്ങനെ നല്ലൊരു ജോലി വേണമെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ പ്രയത്നിക്കില്ല പറയില്ല നമ്മള്. കഠിന അധ്വാനം ചെയ്താൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് എന്താ പറയാ എവിടേക്കോ എന്തൊക്കെയോ മിസ്സായി പോയി. അത് പഠിച്ചിരുന്നു എന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഒരു നല്ല രീതിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ചില കാര്യങ്ങളാലാണ്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരു പത്രത്തിലൊരു ഒരു വേക്കൻസി കേട്ടിട്ട് വേക്കൻസിയുടെ ഒരു കാര്യം കേട്ടിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചപ്പോൾ അവിടെ ഒരു ജോലി, അതായത് ചാലക്കുടിയിലാണ് എനിക്ക് ഫസ്റ്റ്. ഞാനപ്പോൾ ഈ പത്രത്തിൽ കണ്ടിട്ട് വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ വേറെ ഒന്നുമല്ല, സേവനയിലാണ് ഞാൻ പോണത്. സേവനയിൽ ശരിക്കും എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല എന്താ പറയുക നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല
നമ്മളെ നല്ല കെയർ ചെയ്യും, നല്ല ഇതൊക്കെയാണ്. പക്ഷെ നമുക്ക് പേഴ്സണലി എന്താ പറയുക, ഞാൻ ഫസ്റ്റൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ പിന്നെ പോകെ പോകെ നമുക്ക് എന്തൊക്കെയോ ഒറ്റപ്പെടൽ, എന്തൊക്കെയോ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മളെ വലിയ കൂടി നിന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെങ്കിൽ പോലും നമ്മൾ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാ പോവുക. അതൊരു ഇത്ര 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 എമൗണ്ടിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് തരിക. അത് ഇത്രയും പ്രൊഡക്റ്റിന് മേലെ നമ്മളത് സെയിൽ ചെയ്യണം. അപ്പൊ അത് ജ്യൂസ് പോയിന്റ് എന്നൊക്കെ പറയും. അതൊക്കെ അവരുടെ സീക്രട്ട് ആയിരിക്കാം, ഞാൻ അതിലേക്കൊന്നും കിടക്കണില്ല. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് ഞാൻ എന്താ പറയാ വീട് വിട്ടിട്ട് മാറി നിൽക്കുന്നത് ചിലപ്പോൾ ആ ഒരു ടൈമിലാണ് ശരിക്കും പറഞ്ഞ എന്താ പറയാ. പിന്നെ ഞാൻ എവിടേക്കും വീട് വിട്ട് അങ്ങനെ പോവാറില്ല. അപ്പോൾ എനിക്കും മനസ്സിലങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ഞാൻ ജീവിക്കാം, മീൻസ് ജോലി എടുക്കാൻ പോവാണ്. അതിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് ത്രില്ലൊക്കെ ആയിരുന്നു കേട്ടോ. ആ ഒരു ത്രില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം. പിന്നെ നമ്മൾ അത് എന്താ പറയാ, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ജ്യൂസ് പോയിന്റ് അടിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷെ നമുക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫീൽഡിലേക്ക് പോകുമ്പോഴായാൽ പോലും അവരൊരു ട്രെയിൻ ചെയ്ത് തരുമെങ്കിൽ, ട്രെയിനില്ല, ഒരു കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാക്സിമം ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ സെറ്റ് ആവണം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. നോർമലി ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ പിച്ച് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഫീൽഡിലേക്ക് പോയി. എനിക്ക് ഒറ്റയ്ക്ക് പോയാലേ കോൺഫിഡൻസ് ഉള്ളൂ ഞാൻ പറഞ്ഞപ്പോൾ. ഞാൻ ഉള്ളൂ, അതായത് ഇവർ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റ പ്രൊഡക്റ്റ് പോലെ എൻ്റെ അത് ചിലപ്പോൾ പോവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തനിയെ പിച്ച് ചെയ്ത് തുടങ്ങിയില്ല, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം, എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് കുഴപ്പമില്ലാതെ കുറച്ച് നാളൊക്കെ അങ്ങനെ മാക്സിമം ഒരു 5-6 മാസം മാക്സിമം അങ്ങനെ കടന്നുപോയി. പക്ഷെ അതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പനിയൊക്കെ പനി വന്നപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ അമ്മേനെ മിസ് ചെയ്തു, വീട്ടുകാരെ മിസ് ചെയ്തു. അല്ലെങ്കിൽ എന്താ പറയുക, അമ്മയാണ് ഉണ്ടാവുക എപ്പോഴും. എന്താ പോലെ വെച്ചിട്ട് എപ്പോഴും അമ്മയാണ് ഉണ്ടാവുക. അമ്മേനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടുകാരെ വില അറിയുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിതം പഠിക്കും എന്ന് പറയില്ലേ. ഒറ്റയ്ക്ക് പോകുമ്പോൾ തന്നെയാണ് നമ്മൾ ജീവിതം പഠിക്കുക. ഓരോ കാര്യത്തിന് പൊട്ടും പൊടിയൊക്കെ നമ്മൾ പഠിക്കുന്നത് ജീവിതം ഒറ്റയ്ക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒറ്റപ്പെടൽ ഭയങ്കര മനസ്സിനെ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ, കുറേ കാര്യങ്ങളൊക്കെ ധൈര്യം സംഭരിച്ചു കുറേയൊക്കെ. അപ്പം ഞാൻ എന്താ പറയാ, അത്രയ്ക്ക് സ്ട്രോങ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് ഇച്ചിരി കൂടി സ്ട്രോങ് ആയത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫീൽഡിലേക്ക് പോയി. ഞാൻ കൊല്ലത്തായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ഫീൽഡിലേക്ക് പോയി തുടങ്ങി, ആൾക്കാരോട് സംസാരിക്കാനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സംസാരിക്കാനൊക്കെ പഠിച്ചു. അപ്പോഴാണ് ശരിക്കും ജീവിക്കാം, കുഴപ്പമില്ല, എനിക്ക് ഏത് സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചു പൊക്കോളും എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത്. പിന്നെ അപ്പോഴാണ് എനിക്ക് കുറേ എന്താ പറയുക, ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോഴായാലും പോലും റീൽസ് ചെയ്യാനായിട്ടായാലും നമുക്ക് അതിനൊരു മടിയില്ല. എനിക്ക് റീൽസ് ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് വെച്ചാൽ കണ്ണാടി നോക്കുമ്പോൾ നമ്മള് എന്നെ കൊള്ളില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു. അതിനുശേഷം ചിരിക്കാനൊരു ഭയങ്കര മടിയായിരുന്നു എനിക്ക് നോർമലി ഞാൻ ചിരിക്കാറില്ല, ആരോ അങ്ങനെ ചിരിക്കാറില്ല. അപ്പം നോർമലി ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് പഠിച്ചത് മനസ്സിൽ. ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ ചിരിക്കാനായിട്ട് പഠിച്ചു. നന്നായിട്ട് ചിരിച്ച് വർത്താനം പറയുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ചിരിച്ചിട്ട് തന്നെ വർത്താനം പറയും. അപ്പോൾ അതൊക്കെ പഠിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് അത് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾക്ക് തന്നെ ഒരു കുറേ മാറ്റങ്ങളായി. അപ്പോൾ എന്താ പറയുക, കുറേയൊക്കെ നെഗറ്റീവ് സൈഡും ഉണ്ട്, കുറേയൊക്കെ പോസിറ്റീവ് സൈഡും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ വലിയൊരു ഒറ്റപ്പെടൽ തന്നെയായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് ഏത് രീതിയിൽ ഫേസ് ചെയ്യണം, എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഏത് രീതിയിൽ ഫേസ് ചെയ്യണം. പിന്നെ കുറേയൊക്കെ കുറേയൊക്കെ പറ്റിയിട്ടുണ്ട് ജീവിതത്തിൽ. ഇപ്പം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ കാരണം തന്നെ കുറേ തെറ്റുകൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് ശരിയാണോ തെറ്റാണോ അത് ഇപ്പോഴും എനിക്കറിയില്ല. അപ്പോൾ
എന്നിരുന്നാലും അപ്പം എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ആ ഒരു വ്യക്തിയോട് ഭയങ്കര ആരാധന തോന്നി ശരിക്കും പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതൊന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കൂടുതൽ ഇപ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയി തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കും. അപ്പം അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ആൻഡ് ടിൽ ദെൻ ബൈ ഫ്രം അഗി ലിഗി ഒഫീഷ്യൽ.